ഹലോ അസ്സലാമു അലൈക്കും. ഇതെന്താണെന്നറിയോ? ബീഫ് വരട്ടിയതാണ്. പള്ളിയിൽ കിട്ടുന്ന നെയ്ച്ചോറിൻ്റെ കൂടെ കിട്ടുന്ന ബീഫ് വരട്ടിയതില്ലേ, അതാണ് കേട്ടോ. അത് ചെറിയ ക്വാണ്ടിറ്റിയിൽ വീട്ടിൽ പെർഫെക്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് നമുക്ക് കിട്ടൽ. ഇത് പൊറോട്ടൻ്റെ കൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പം ഇത് ചെറിയ ക്വാണ്ടിറ്റിയിൽ എങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള പീസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. സാധാരണ പള്ളിയിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ ഇത് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ബീഫ് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു പ്രഷർ കുക്കർ എടുത്ത് ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 4 സവാള, 4 തക്കാളി, 4 പച്ചമുളക്, 2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുത്തതാണ്. ഈ ഓയിൽ ഒഴിച്ച പാടെ ഞാൻ 2 പട്ട, 2 ഗ്രാമ്പു, 1 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചിലവർക്ക് അതിൻ്റെ മണം കൂടുതൽ ഇഷ്ടപ്പെടാറില്ല, പക്ഷേ ഈ റെസിപ്പിക്ക് അതെന്തായാലും ചേർക്കണം. അത് ഇതിൽ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. അപ്പം അതിങ്ങ് ഫസ്റ്റ് എണ്ണയിലേക്ക് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഈ വെജീസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൂടുതൽ വഴന്ന് വരികയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഫസ്റ്റ് സ്പൈസസ് ചേർക്കുന്ന സമയത്ത്. എന്നിട്ട് കഴുകി വെച്ച ബീഫ് ഞാൻ സ്ട്രെയിനറിലേക്കൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, ഡയറക്റ്റ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഞാൻ ഈ ബീഫ് മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം ഇത് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് മീഡിയം സൈസിൽ കട്ട് ചെയ്തത്. നിങ്ങൾ വലിയ ക്വാണ്ടിറ്റിയിൽ ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഈ ബീഫ് പൊടിഞ്ഞു പോകും. പിന്നെ ഈ ടൈമിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് 1/2 ടീസ്പൂൺ ആയതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്സ് പറഞ്ഞുതരാം. ഈ ബീഫ് ഫ്രിഡ്ജിൽ വെച്ച ബീഫാണെങ്കിൽ ഒരു 80% ചൂടായതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഫ്രഷ് ആയിട്ടുള്ള ബീഫാണെങ്കിൽ പ്രശ്നമില്ല. ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഇടുന്ന സമയത്ത് തന്നെ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഫ്രിഡ്ജിൽ വെച്ച ബീഫാകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തണുപ്പ് പൂർണ്ണമായിട്ടും മാറാതെ ഇരിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഹാർഡായിട്ട് വരുന്നൊരു പ്രശ്നം വരുന്നത്. അപ്പം ബീഫ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ഹാർഡായിട്ടിരിക്കുമ്പോൾ. അപ്പോൾ ഇനി ഈ ടിപ്സ് എല്ലാവരും ഫോളോ ചെയ്യാം. അപ്പം ബീഫ് വേവാൻ ആവശ്യമായ വെള്ളം ഇതിൽ തന്നെ ഉണ്ട്. ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല, കാരണം സ്ട്രെയിനറിൽ ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് അത്യാവശ്യം വെള്ളം ഇതിൽ തന്നെ ഉണ്ട്. ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇത് ഒന്ന് വെന്ത് വരണം. അതിനായിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് നേരം ഇത് കുക്ക് ചെയ്തെടുക്കണം. നിങ്ങൾ ബീഫിൻ്റെ വേവനുസരിച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ബീഫ് വേവുന്ന സമയം കൊണ്ട് ഒരു പാൻ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. ഫ്ലെയിം ഓണാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് സാദാ മുളക് പൊടിയോ അല്ലെങ്കിൽ കാശ്മീരി ചില്ലിയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാദാ മുളക് പൊടിയോ ചേർത്ത് കൊടുത്തത്. എന്തായാലും പ്രശ്നമില്ല. 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓണാക്കി കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ 2 ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത്. ഇവിടെ എരിവായിരിക്കും കൂടുതൽ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. 2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു സ്പെഷ്യൽ ഗരം മസാല പൗഡറാണ്. ഇതിൻ്റെ റെസിപ്പി ആവശ്യമുള്ളവർ വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇട്ടാൽ മതി, ബീഫ് മസാല എന്ന് കമൻ്റ് ഇട്ടാൽ മതി. ഞാൻ ഇതിൻ്റെ റെസിപ്പി വേറെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തു തരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ അത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോവും. അപ്പം ഇത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓണാക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച്
2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇത് അടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ ആകെപ്പാടെ മാറിപ്പോകും. അതുകൊണ്ട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. അത് റോസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് അതിന്. അപ്പോൾ എയറെല്ലാം പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഫ്ലെയിം ഓണാക്കി കൊടുക്കണം ഈ ടൈമിൽ. എന്നിട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പം തിളച്ച് വരുന്ന സമയത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇതിൽ ഉപ്പിൻ്റെ കുറവുകളോ മറ്റോ ഉണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഇത് കൂടുതൽ ഇനി വെന്ത് വരാനൊന്നുമില്ല. പൊടികളെല്ലാം റോസ്റ്റ് ചെയ്തെടുത്തതാണ്, ബീഫ് വെന്ത് വന്നതാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പം കറിവേപ്പില എപ്പോഴും ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ ഫ്ലേവർ ഉണ്ടാക്കുക. അപ്പം ഇനി കറിവേപ്പില ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് ഗ്രേവി കൂടുതലായിട്ട് വേണ്ടവർക്ക് ആണെങ്കിൽ ഈ ടൈമിൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഡ്രൈ ആയിട്ടാണ് വേണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഈ ഗൾഫിലേക്കെല്ലാം കൊണ്ടുപോകാനാണെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രം പാക്കാക്കി എടുക്കാം. ഈ തിളപ്പിക്കുന്ന സമയത്ത് അടുക്കി പിടിക്കാതിരിക്കാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരു 5-10 കിലോയെല്ലാം ഇതേ രീതിയിൽ നിങ്ങൾക്ക് കുക്കറിൽ വെച്ച് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഇത് വറ്റിച്ചെടുക്കുന്ന സമയത്ത് വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. കാരണം അത് വറ്റിച്ചെടുക്കുന്ന സമയത്ത് കുക്കറിലാണെങ്കിൽ അത് അടുക്കി പിടിക്കും. ഒരു 5 കിലോ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഒരു 10 കിലോയിൽ ഉണ്ടാക്കുമ്പം ഞാൻ പറഞ്ഞ ബീഫിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിലെല്ലാം മാറ്റം വരുത്താം. അതിനുശേഷം കുക്കറിൽ ബീഫ് വേവിച്ചതിന് ശേഷം ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് തിളപ്പിക്കുന്ന സമയത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അങ്ങനെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ അത് ഗ്യാസ് സ്റ്റോപ്പിൽ അത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരു 5-10 കിലോ വരെയല്ലോ. അപ്പം ഇത് പള്ളിയിൽ ഉണ്ടാക്കുന്ന അതേ സ്റ്റൈലിൽ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. സെയിം അതേ ടേസ്റ്റ് തന്നെയാണ്, ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളെ അഭിപ്രായം നിർദ്ദേശങ്ങളെല്ലാം കമൻ്റായിട്ട് നിർബന്ധമായിട്ട് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇത് പൊറോട്ടൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും മാത്രമല്ല, പത്തിരിൻ്റെ കൂടെയും നെയ്പ്പത്തിരിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ ഭയങ്കര കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയ റെസിപ്പീസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ഓക്കെ, ബൈ.